ഏത് സിനിമ ഇറങ്ങി ആദ്യത്തെ ഒരു 5 ദിവസം കഴിയുമ്പോൾ പതുക്കെ ഡ്രോപ്പ് ആവും. ഇനി എതിർ സിനിമകളൊന്നും ഇല്ലെങ്കിൽ മാത്രം അത് നല്ല രീതിയിൽ, കാരണം വേറെ സിനിമകളൊന്നും കാണാനില്ല, ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ. ഇപ്പം തുടർ ഇറങ്ങിയപ്പോൾ 10-20 ദിവസം വേറെ ചിത്രങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക് സ്ക്രീനിൽ ഇഷ്ടം പോലെ സ്ക്രീനിൽ കളിക്കാനുള്ള സമയം. പക്ഷേ ലോക ഇറങ്ങിയപ്പം ഹൃദയപൂർവ്വം, ഫഹദ് ഫാസിലിന്റെ പടം, ഒരുപാട് പടങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് പടങ്ങൾ ഇറങ്ങി. സ്ക്രീനുകൾ പറയത്തക്ക സ്ക്രീനില്ല, പക്ഷേ ഓരോ ദിവസവും സ്ക്രീനുകൾ കൂട്ടി കൊണ്ടുവന്നതാണ് വേഫെയർ ഫിലിംസിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എന്നാലും ഒരു പരിധി വരെ ബാക്കിയുള്ള ചിത്രങ്ങൾ അത് നേരിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച തീവാറുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ തീവാറുന്ന കളക്ഷൻ, പ്രൊഡ്യൂസർമാരോ തിയേറ്ററുകാരോ പ്രതീക്ഷിക്കാത്ത കളക്ഷനാണ് നേടിയിരിക്കുന്നത്. തിയേറ്ററുകാർ പല രീതിയിലും ലോകയ്ക്ക് പാരവെക്കുന്നുണ്ട്, എങ്കിൽ പോലും നല്ല സ്ക്രീനുകൾ കൊടുക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നലെ 13-14 കോടിക്ക് അടുത്താണ് മൂന്നാമത്തെ ഞായറാഴ്ച നേടുന്നത്. മലയാള സിനിമയിൽ അത് ആദ്യമായിട്ടാണ് ഒരു സിനിമ മൂന്നാമത്തെ ഞായറാഴ്ച ഇത്രയും കളക്ഷൻ വരുന്നത്. ലോകയുടെ ഫൈനൽ കളക്ഷൻ ഏകദേശം 251 കോടിയായി. ബെഞ്ച് മാർക്ക് എന്ന് നമുക്ക് പറയാൻ അവകാശമില്ലെങ്കിൽ പോലും എമ്പുരാന്റെ ബെഞ്ച് മാർക്ക് താഴാൻ ഈ ഞായറാഴ്ച കൂടി വേൾഡ് വൈഡ് കളക്ഷനിൽ നമ്പർ 1 മലയാള സിനിമയായി മാറും ലോക.